പറയുമ്പോൾ തൃശ്ശൂർകാര് പാലക്കാട്ടുകാർക്ക് പറയണ്ട, അത്ര ജീവന്റെ ജീവനാണ്. ഇപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് ഒരു സുഹൃത്തുണ്ട്, ഈ പൂരം കണ്ടിട്ട് സുഹൃത്തായതാ. എന്താ നല്ല അറിയാം, ഇങ്ങനെയല്ല. മരുന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രെയിൻ വന്നു. ട്രാക്കിലിരുന്ന ആളുകളെ അത് അടിച്ചു പോവുകയാണ് ചെയ്തത്. അവർക്ക് തലവെട്ടാനും രാജഭരണം കൽപ്പിക്കാനും അധികാരം ഉണ്ടായിരുന്നു അവർക്ക്. പൂരങ്ങളുടെ പൂരം എന്ന് പറയാനൊന്നുമല്ല, ഇത് രണ്ടാമത്തെ പൂരം തന്നെയാണ്. ഇപ്പൊ നിയമത്തിന്റെ കുരുക്ക് കാരണം നമുക്ക് വെടിക്കെട്ട് നാമവിശേഷമായി എന്ന് പറയാം. ഒരു ഗംഭീര വ്ളോഗാണ് ഇന്നത്തേത്. വെടിക്കെട്ടിന് പേര് കേട്ട പൂരപ്രേമികളുടെ ആവേശമായ ഉത്രാളിക്കാവ് പൂരം. നമ്മുടെ ചാനലിൽ ഇന്നേ വരെ വരാത്തൊരു കണ്ടന്റാണിത്. മാത്രമല്ല, എനിക്കാണെങ്കിൽ ഇന്നേ വരെ ഒരു പൂരം കൂടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിലെ ആദ്യത്തെ പൂരം എക്സ്പീരിയൻസ് ആയിരിക്കും ഇന്നത്തേത്. അങ്ങനെ എന്നെ പോലെ ഇതേവരെ പൂരം കാണാത്തവർക്കും ഇത്തവണത്തെ ഉത്രാളിക്കാവ് പൂരം മിസ്സായവർക്കും വേണ്ടി ഈ പൂരം വ്ളോഗ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 10 മണി ആയിട്ടുണ്ട് സമയം. ഞാൻ കാവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. പൂരത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഒരുപാട് ജനത്തിരക്കൊന്നുമില്ല, പക്ഷെ നമുക്ക് കാവിൻ്റെ അടുത്തേക്ക് പോകാം. പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കാവിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഗുഡ്സിലും ടെമ്പോലും പല വാഹനങ്ങളിലൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ ആയിട്ട് സെറ്റപ്പൊക്കെ ആയിട്ട് എല്ലാവരും നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ആൾക്കാരൊന്നും ഇല്ലയെന്ന്. വലിയൊരു ജനസാഗരം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൂരം കാണാൻ. ഇന്ന് ഫെബ്രുവരി 27 വർക്കിംഗ് ഡേ ആണ്, ചൊവ്വാഴ്ചയാണ്. കഴിഞ്ഞ 20-ാം തീയതി, അതായത് ഫെബ്രുവരി 20-നാണ് ഇവിടെ പൂരം കൊടിയേറിയിട്ടുള്ളത്. അതും ഒരു ചൊവ്വാഴ്ചയായിരുന്നു കേട്ടോ. എല്ലാ കൊല്ലവും അത് ചൊവ്വാഴ്ച തന്നെയാണ് നടക്കാറുള്ളതും. അതായത് എല്ലാ കൊല്ലവും കുംഭമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞുള്ള ചൊവ്വാഴ്ചയാണ് ഉത്രാളിക്കാവ് പൂരം കൊടിയേറുന്നത്. കൊടിയേറി 7-ാം ദിവസം പൂരം, അതാണ് ഇവിടുത്തെ കണക്ക്. ഞാനിപ്പോൾ നടന്ന അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയും അത്യാവശ്യം ആൾക്കാരൊക്കെ കാണാനുണ്ട്. അമ്പലമൊക്കെ പൂരം പ്രമാണിച്ചവർ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇത് അമ്പലമല്ല കേട്ടോ, ഇതിവിടെ പൂരം നടത്തുന്ന ദേശക്കാരുണ്ടാക്കി വയ്ക്കുന്ന പന്തലാണ്. ഈ പന്തലിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഓരോ ദേശക്കാരുടെയും കുടമാറ്റം നടത്തുന്നത്. മാത്രമല്ല, രാത്രി ആകുമ്പോൾ ഈ ദേശക്കാരുടെ വകയായിട്ട് ഈ പന്തലിൻ്റെ മുകളിൽ ലൈറ്റ് ഷോയും ഉണ്ടാവുമെന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ദേശക്കാരെന്ന് പറയുമ്പോൾ 3 ദേശക്കാരാണ് ഉത്രാളിക്കാവ് പൂരം നടത്തുന്നത്. 3 ദേശക്കാർ, ഒന്ന് കുമരനെല്ലൂരും പിന്നെ എങ്കിക്കാടും അടുത്തത് വടക്കാഞ്ചേരി. 3 ദേശക്കാർ. 3 ദേശക്കാർ ഒരേ ഭാഗത്തുനിന്ന്, ഈ ഭാഗത്തുനിന്ന് എങ്കിക്കാടും പിന്നെ എല്ലാം ഈ ഭാഗത്തുള്ള 3 ദേശം. ഇങ്ങേ ഭാഗത്തേക്കില്ല. എല്ലാം ഈ പിന്നെ പടിഞ്ഞാറും തെക്കുമായിട്ടൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. 23 വർഷം മുമ്പ്, 23 വർഷം മുമ്പ് ഈ ട്രെയിൻ പോകുന്നുണ്ടല്ലോ, അവിടെ ഒരു 10-25 പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. വെടിക്കെട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരിൽ അതന്നെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവസാനം ട്രെയിൻ വരുന്ന സൗണ്ട് അറിഞ്ഞില്ല. അവർ ട്രെയിൻ കൊണ്ടുവന്ന് കുത്തി 10-25 പേര് കുറച്ച് വർഷം മുമ്പ്. അതിനുശേഷം ഇപ്പോൾ ഈ ട്രെയിനിൽ മുകളിൽ ഈ ഭാഗത്തൊന്നും ആൾക്കാരെ നിർത്തില്ല. വെടിക്കെട്ട് കാണാനോ ഒന്നിനും നിർത്തില്ല. കുറച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ മുകളിലുള്ള ആൾക്കാരെയൊക്കെ ഇറക്കും, ഒന്നും ഉണ്ടാവില്ല. ഇത് പിന്നെ കൂടുതലിപ്പോൾ വീടുകളൊക്കെ അടുത്ത് വന്നതുകൊണ്ടേ ചെറുതായിട്ടുള്ള, ഇപ്പോൾ വലിയ വീക്കുകളൊന്നും വെക്കുന്നില്ലല്ലോ. പൂരങ്ങളുടെ പൂരം എന്ന് പറയാനൊന്നുമല്ല, ഇത് രണ്ടാമത്തെ പൂരം തന്നെയാണ്. ഒന്ന് തൃശ്ശൂർ പൂരം, അത് കഴിഞ്ഞാൽ വടക്കാഞ്ചേരി, ഇത് ഒരു പൂരം തന്നെയാണ്. നല്ല സൈഡിലുണ്ട്. പക്ഷേ പഴയ മാതിരിയുള്ള സ്ഥലമില്ല. ഇപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാലേ നിന്ന് കാണാനോ വെടിക്കെട്ടിനോ സൗകര്യം അത്ര പോരാ. കെ മണി പൂരപ്രേമി തന്നെയാണ്. ഞാനിത് 3-ാമത്തെ വർഷം, 3-ാമത്തെ തവണയാണ് ഞാൻ വരുന്നത്. അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഇവിടെ എല്ലാ സ്ഥലം, ഞാൻ ആലത്തൂർ വടക്കഞ്ചേരിയാണ്. ഇന്ന് രാവിലെ 11:30 കയറിയതാണ്. ഇവിടെ എത്തുമ്പോൾ 2 മണിയായി. അടിപൊളി പൂരം തന്നെയാണ്, കുഴപ്പമില്ല. ഒരു ദേശത്തെ അന്നത്തെ
സാമ്പിൾ വെടിക്കിട്ട് വടക്കഞ്ചേരിക്കാർ മിനിഞ്ഞാന്ന് കഴിഞ്ഞു. ഇനി ഇന്ന് വൈകുന്നേരത്തെ ഒരു ദേശക്കാരുണ്ട്, എങ്കിക്കാടിൻ്റെ തോണം ഇന്ന് വൈകുന്നേരം. നാളെ കാലത്ത് പിന്നെ ഒരു ദേശം രാത്രിയിൽ വെടിക്കെട്ട്, അടുത്ത ഒരു ദേശം വടക്കാഞ്ചേരിക്കാരുടെ നാളെയാണ്. അതോടെ വെടിക്കെട്ട് കഴിയും. ഇവിടെ 3 ദേശം 3 ടൈപ്പിലാക്കി മാറ്റിയിരിക്കുക. ഇത്തവണ മുഴുവൻ വെടിക്കെട്ടും ഇല്ല, അതായത് ഓരോ ദേശത്തിനും ഓരോ പ്രാവശ്യം വെടിക്കെട്ടും. നെക്സ്റ്റ് പൂരം കാവശ്ശേരി. നെക്സ്റ്റ് കാവശ്ശേരി എന്ന് തുടങ്ങുമ്പോൾ 5 പൂരം വരും. അവിടെ വേലയാണ്. ഒന്ന് കൊന്നഞ്ചേരി വേല, രണ്ടാമത് പിറ്റേ ദിവസം ആയക്കാട് വേല, 3-ാം ദിവസം തെന്നിലായിരം വേല, 4-ാം ദിവസം പറവേല, 5-ാം ദിവസമാണ് കാവശ്ശേരി പൂരം. ഈ 5 പൂരങ്ങളും തുടർച്ചയായിട്ട് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് വരും. 1 കൊന്നഞ്ചേരി, 2 ആയക്കാട്, 3 തെന്നിലാപുരം, 4 പറവേല, 5 കാവശ്ശേരി പൂരം. ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേ പൂരങ്ങളുടെ ഒരു വിജ്ഞാന കോശമാണോ ആ മനുഷ്യനെന്ന് എനിക്ക് തോന്നിപ്പോയി. മൂപ്പര് പറഞ്ഞ പോലെ ഒത്തിരി വേലയും പൂരവും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിലും മധ്യ കേരളത്തിലെ വേല ഉത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് നമ്മുടെ ഈ ഉത്രാളിക്കാവ് പൂരം. ഇത് നോക്കി ഇവിടെ കണ്ടമാനം ആൾക്കാരെ കണ്ടിട്ടാട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അമ്പലത്തിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ കൂടി നിൽക്കണ കണ്ടിട്ട് വന്ന് നോക്കുമ്പോഴാണ് ഇവിടെ നിറയെ ആനകളാണ്. നമ്മുടെ പൂരത്തിന് വന്ന ആനയായിരിക്കും തോന്നുന്നുണ്ട്. തോന്നലല്ല കേട്ടോ, പൂരത്തിന് വന്ന ആന തന്നെയാണ്. ഇവിടുത്തെ സെലിബ്രിറ്റീസ് ആണല്ലോ, അവരുടെ ഗ്രൂമിങ് സെക്ഷനാന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ അടുത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് അടുത്ത് പോയി നോക്കാം, അടുത്തുനിന്നൊക്കെ ആനേനെ കാണാലോ. വാ. ആകെ മൊത്തം 33 ആനകൾ എഴുന്നള്ളിക്കൂട്ടോ ഈ ഉത്രാളിക്കാവ് പൂരത്തിന്. 3 ദേശക്കാരും കൂടിയാണ് ഈ 33 ആനകളെ എഴുന്നള്ളിക്കുന്നത്. ഇവിടുന്ന് കിട്ടിയ ലിസ്റ്റ് അനുസരിച്ച് കുമാരനെല്ലൂർ ദേശത്തെ ഗജവീരന്മാരെന്ന് പറയുന്നത് പുതുപ്പള്ളി കേശവൻ, പല്ലാട്ട് ബ്രഹ്മദത്തൻ, കുന്നത്തൂർ രാമു, പാറന്നൂർ നന്ദൻ, മച്ചാട് ജയറാം, പാറമേക്കാവ് കാശിനാഥൻ, തോട്ടേക്കാട് വിനായകൻ, ചെറുപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ, പുതുപ്പള്ളി അർജുനൻ, മാനിശ്ശേരി രാജേന്ദ്രൻ എന്നിവരാണ്. ഇനി വടക്കാഞ്ചേരി ദേശം കൊണ്ടുവരുന്ന ഗജവീരന്മാരാരൊക്കെയാണെന്നറിയണ്ടേ? ഗജരാജ ചക്രവർത്തി, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ഊക്കൻസ് കുഞ്ചു, ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ, പരിമണം വിഷ്ണു, വലിയപുരയ്ക്കൽ ആര്യനന്ദൻ, വടക്കുറുമ്പക്കാവ് ദുർഗാദാസൻ, കൂറ്റനാട് വിഷ്ണു, അമ്പാടി ബാലൻ, ചീരോത്ത് രാജീവ്, മച്ചാട് ഗോപാലൻ, ചോയ്സൺ അമ്പാടിക്കണ്ണൻ, കരിമണ്ണൂർ ഉണ്ണി, അരീക്കൽ കുട്ടിക്കൃഷ്ണൻ എന്നിവരാണ് നിരയിലുണ്ടാവുക. ഇനി 3-ാമത്തെ ദേശം ഏങ്കക്കാട് ദേശമാണ്. അവിടുന്ന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ, പുതുപ്പള്ളി സാധു, നായരമ്പലം രാജശേഖരൻ, തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ, പട്ടാമ്പി മണികണ്ഠൻ, മച്ചാട് ധർമ്മൻ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, അക്കിക്കാവ് കാർത്തികേയൻ, ബാസ്റ്റിൻ വിനയസുന്ദർ, മരുത്തൂർ കുളങ്ങര മഹാദേവൻ, ചൂരമഠം രാജശേഖരൻ എന്നിവരാണ് പൂരത്തിന് മുൻനിരയിലുണ്ടാവുക. ഇനി ഇത്രയും ഗജവീരന്മാരിൽ തലപ്പൊക്കം നോക്കിയിട്ടാണ് തിടമ്പേൽപ്പിക്കുന്നത്. വടക്കാഞ്ചേരി ദേശത്ത് തിടമ്പേൽക്കുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണെന്ന് കേട്ടു. അതുപോലെ കുമാരനെല്ലൂര് പുതുപ്പള്ളി കേശവൻ, ഏങ്കക്കാട് തിരുവമ്പാട് ചന്ദ്രശേഖരൻ. ഈ പറഞ്ഞതിലെല്ലാവരും ഇവിടെ ഇല്ല. കുറേ പേര് അമ്പലത്തിൻ്റെ ഉള്ളിൽ പൂരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ അമ്പലത്തിൽ കയറിയില്ലല്ലോ, നമ്മൾ പൂരത്തിൻ്റെ അവിടേക്ക് പോണതിന് മുമ്പ് നേരെ ഇങ്ങോട്ട് വന്നുകൊണ്ടാണ്. ഇവിടെ ഒത്തിരി ആനപ്രേമികൾ ഉണ്ട് കേട്ടോ. അവർ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ആനകളെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും എത്ര കണ്ടാലും നമുക്ക് ആനകളുടെ ആക്ടിവിറ്റീസ് ഒന്നും കണ്ടു മടുക്കില്ല അല്ലേ. പിന്നെ പാപ്പാമാരിൽ ചിലർ അപ്പുറത്ത് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ആനകളെ പോലെ തന്നെ ആ വെയിലത്ത് പൂരം കഴിയണവരെ അവർ നിൽക്കേണ്ടതാണല്ലോ, അവർക്കും റെസ്റ്റ് ആവശ്യമാണ്. പിന്നെ ചില ഉദ്യോഗസ്ഥരുണ്ട് കേട്ടോ, വന്നിട്ട് അവർ ആനകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും പാപ്പാമാരുടെ അടുത്ത് അവരുടെ കണക്കും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതിയെടുക്കുന്നൊക്കെ ഉണ്ട്. കണ്ണിറയെ ഇത്രയും ആനകൾ മുന്നിലുണ്ടായിട്ടും ഇവിടെ നിന്നിട്ടൊരു മടുപ്പ് പോലും ഇല്ല. പക്ഷെ നമ്മുടെ മെയിൻ ഉദ്ദേശം പൂരം കൂടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പൂരപ്പറമ്പിൻ്റെ അവിടേക്ക് പോവാം. കുറച്ചധികം നടക്കാനുണ്ട്. നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ ചെയ്താൽ ഞാൻ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണുള്ളത്. പൂരം പ്രമാണിച്ച് അമ്പലമൊക്കെ വളരെ മനോഹരമായിട്ട് പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയ പൂരമായിട്ടും ആൾക്കാരൊക്കെ വളരെ കുറവാണോ എന്ന് എനിക്കൊരു സംശയം. ചിലപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. നമുക്ക് വഴിയെ നോക്കാം. മലബാറിലൊക്കെ തെയ്യത്തിനും തിരക്കുമാണ് പ്രാധാന്യമെങ്കിൽ മധ്യ കേരളത്തിൽ പൂരത്തിനാണ് പ്രാധാന്യം. പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂരൊക്കെ. അതേ തൃശ്ശൂരിൽ വടക്കാഞ്ചേരിക്കടുത്താണ് ഈ ഒരു ഉത്രാളിക്കാവ് വരുന്നത്. പക്ഷെ അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാട്ടോ, അകമലയുടെ താഴ്വരയിൽ എന്നുകൂടെ ചേർത്ത് പറയേണ്ടി വരും. അങ്ങനെ ചേർത്ത് പറഞ്ഞ അകമലയുടെ താഴ്വരയിലുള്ള വിശാലമായ പാടശേഖരത്തിന്റെ ഒത്ത നടുവിലുള്ള ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലെ പൂരം കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂചി കുത്താൻ പോലും ഇടവില്ലാത്ത ജനസാഗരമാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. കൂട്ടത്തിൽ സൂര്യന്റെ ചൂടും. എന്നാൽ ഇതൊന്നും ഒരു തരി പോലും നമ്മുടെ രോമത്തിൽ പോലും ഏൽക്കില്ല എന്നുള്ള മട്ടിലാണ് ഓരോ പൂരപ്രേമിയും ഇവിടെ നിന്ന് പൂരം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചവാദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാരെയൊക്കെ കണ്ട് പൂരം ആസ്വദിക്കുക, അതൊരു ഹരം തന്നെയാണല്ലേ. ആ ഹരം അറിയണമെങ്കിൽ പൂരം കൂടി തന്നെ അറിയണം കേട്ടോ. കാരണം എത്ര വീഡിയോസിലും എത്ര തവണ TV യിലും കണ്ടാലും പൂരം നേരിട്ട് അനുഭവിക്കുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ,
അതിൻ്റെ ആ ഒരു വൈബ് നമുക്ക് ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിലും കിട്ടാൻ പോകുന്നില്ല. കാരണം ഇന്നലെ വരെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട പൂരമല്ല ഇന്നിവിടെ ഞാൻ നേരിട്ട് കാണുന്നത്. ആ പഞ്ചവാദ്യത്തിൻ്റെ താളവും ഈ ആംബിയൻസും ഈ ഒരു ജനസാഗരവും ഒക്കെ കൂടെ വരുമ്പോഴേ ഇതൊരു ഒന്നൊന്നര പരിപാടി കേട്ടോ. ചൊവ്വാഴ്ച പൂരം പുറപ്പെടും, പറപുറപ്പാട്. അതിനുശേഷം പിറ്റത്തെ ചൊവ്വാഴ്ച പൂരം. അത് ഇവിടെ ദേവി സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ മൂകാംബിക ദേവിയുടെ സങ്കല്പമാണ്. 3 ഭാവത്തിൽ ഇവിടെ കുട്ടികളെ എഴുത്തിനെത്തിലും മറ്റു ചടങ്ങുകളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 3 ദേശമാണ്. 3 ദേശം, 1 വടക്കാഞ്ചേരി, 2 എങ്കക്കാട്, 3 കുമരനെല്ലൂർ. ഊത്രാളിക്കാവ് അമ്പലം സ്ഥിതി ചെയ്യുന്ന ഒരു ദേശം എങ്കക്കാട് ദേശമാണ്. ഈ എങ്കക്കാട് ദേശത്തിനോട് ബന്ധപ്പെട്ട് പഴയ കാലത്തൊരു ചരിത്രമുണ്ട്. രാജഭരണകാലത്ത് ഒരു വിഭാഗത്തിന് കുറച്ച് നാട്ടുഭരണം കൈവശപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ വടക്കാഞ്ചേരിയിൽ നിന്നും ഒരു 1/2 കിലോമീറ്റർ അങ്ങോട്ട് മാറിയിട്ട് ഒരു കേളത്ത് തറവാടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൂർവികരായിട്ട് മൂകാംബിക ദേവിയുടെ ഭക്തരായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോയി ദർശനം നടത്താൻ കഴിയാതെ വന്നപ്പോൾ ദേവിയോട് സാഷ്ടാംഗം പ്രണമിച്ച് തിരിച്ചു പോരുമ്പോൾ കുടപ്പുറത്ത് ഭഗവതി ഇങ്ങോട്ട് എഴുന്നള്ളി എന്നാണ് ചരിത്രം. അങ്ങനെ ഓലക്കുട അവിടെ വെച്ച് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന കുളത്തിൻ്റെ അരികിൽ തമ്പുരാൻ കുളി കഴിഞ്ഞ് കുടയെടുക്കാൻ നോക്കിയപ്പോൾ കുട പോരുന്നില്ല. അങ്ങനെ ദേവപ്രശ്ന വിധി പ്രകാരം ദേവി സാന്നിധ്യം കണ്ടെത്തുകയും അതിനുശേഷമാണ് ഇവിടെ ദേവീനെ പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തത്. ശ്രീമൂലസ്ഥാനം കുറച്ച് കിഴക്കോട്ട് മാറിയിട്ട് അവിടെ ഒരു കൊട്ടാരമുണ്ട്. കൊട്ടാരത്തിലാണ് ശ്രീമൂലസ്ഥാനം. അന്ന് ദേവി ഈ പൂവമര ചുവട്ടിലാണ് അന്ന് കുട വെച്ചത്. ഇപ്പോൾ കാണുന്ന മരം ഒരു കൊടുങ്കാറ്റ് ഉണ്ടായി 65 കാലഘട്ടത്തിൽ. അതിനുശേഷം ഈ മരം കടപുഴകി വീണ് പുതുക്കി ഈ ശ്രീകോവിലും മറ്റു കാര്യങ്ങളും പണിതതിന് ശേഷം ഈ പൂവമരം അതേ സ്ഥലത്ത് തന്നെ നിലനിർത്തി പുതിയത് വെച്ച് അതിൽ വീണ്ടും ഭഗവതീനെ പ്രതിഷ്ഠ ചെയ്യുകയാണ് ചെയ്തത്. അതാണ് ചെറിയ തരത്തിൽ എനിക്ക് അറിവുള്ളൊരു ഐതിഹ്യം ക്ഷേത്രത്തിനെ കുറിച്ച്. ഞാൻ വടക്കാഞ്ചേരി വിഭാഗം പൂരം എന്ന് എഴുന്നള്ളുന്നത് രാജകീയ പ്രൗഢിയോട് കൂടിയിട്ടാണ്. കാരണം പണ്ട് ശക്തൻ തമ്പുരാൻ ഈ പൂരം കൊണ്ടുവന്നിരുന്നതാണ്. അതിൻ്റെ ഓർമ്മ പുതുക്കലായിട്ട് തിടമ്പ് വെച്ച ആനയ്ക്ക് 2 ഫുൾ സെക്യൂരിറ്റി പോലീസ്, രണ്ട് പോലീസോട് കൂടിയിട്ട് വടക്കാഞ്ചേരി പൂരം എഴുന്നള്ളിക്കുന്നത്. ഇതുവരെയും നാളെ പൂരം അവസാനിക്കുന്നത് വരെയും ഈ പോലീസിൻ്റെ നിറതോക്കോട് കൂടിയിട്ടുള്ള സാന്നിധ്യം വടക്കാഞ്ചേരി വിഭാഗത്തിനും ഉണ്ടായിരിക്കും. അത് രാജഭരണ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ചടങ്ങാണ്. അത് റെക്കോർഡിക്കലായിട്ട് സ്റ്റേഷനിൽ ഇപ്പോഴും അതിൻ്റെ രേഖകളുണ്ട്. അതുമൂലം അത് ഇപ്പോഴും നിലനിന്ന് പോരുന്നു. അതാണ് വടക്കാഞ്ചേരി വിഭാഗത്തിൻ്റെ ഒരു ചരിത്രം. പൂരം എന്ന് പറയുമ്പോൾ തൃശ്ശൂർകാർ, പാലക്കാട്ടുകാർക്ക് പറയണ്ട, അത്ര ജീവനാണ്. കാരണം ഇവിടേക്കിപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് ഒരു സുഹൃത്തുണ്ട്. ഈ പൂരം കണ്ടിട്ട് സുഹൃത്തായതാ, അദ്ദേഹം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സര വെടിക്കെട്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ കുറച്ച് 10 കൊല്ലമായിട്ട് വെടിക്കെട്ടിൻ്റെ അപകടം കാര്യങ്ങളും പുറ്റിങ്ങിൽ നടക്കുക കാരണം വെടിക്കെട്ടിൻ്റെ ഗാംഭീര്യം കുറഞ്ഞു. സാധാ ചെറിയ തോതിലുള്ളൊരു വെടിക്കെട്ടാണ് ഇവിടെ നടന്നു വരുന്നത്. 3 വിഭാഗക്കാരും പൂരം കൊടിയേറി കഴിഞ്ഞാൽ ഗംഭീര വാശിയോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും. വളരെ സീക്രട്ടാണ് കാര്യങ്ങളെല്ലാം. ആനയായാലും വാദ്യമായാലും വെടിക്കെട്ടായാലും എല്ലാം, പന്തൽ ആയാലും. ഇപ്പോൾ ചെറിയൊരു കോർഡിനേഷൻ ഉണ്ട് എല്ലാ തരത്തിലും. കാരണം മത്സര വെടിക്കെട്ട് ഒഴിവായതുകൊണ്ട് നമുക്ക് ഒരു വിഭാഗത്തിന് ഒരു ദിവസം, ഞായറാഴ്ച വടക്കാഞ്ചേരി വിഭാഗം കത്തിച്ചു. ഇനി പൂരം ഇന്ന് ദിവസം എങ്കിക്കാട് വിഭാഗം കത്തിക്കണു. നാളെ വെളുപ്പിന് സമാപനം കുറിച്ചുകൊണ്ട് കുമരനെല്ലൂർ വിഭാഗം മരുന്ന് കത്തിക്കണം. അങ്ങനെയാണ് ഇപ്പോഴത്തെ രീതി. മറ്റത് 6 പ്രാവശ്യം വെടിക്കെട്ട് കത്തിക്കും. പറ പുറപ്പെടുന്ന ദിവസം 3 വിഭാഗം കത്തിക്കും. സാമ്പിൾ വെടിക്കെട്ട് 3 വിഭാഗം കത്തിക്കും. പൂരം ദിവസം 3 വിഭാഗം കത്തിക്കും. പിറ്റേ ദിവസം രാവിലെ സമാപനം 3 വിഭാഗം കത്തിക്കും. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള മത്സര വെടിക്കെട്ട് തന്നെയായിരുന്നു വടക്കാഞ്ചേരി ഊത്രാളികാവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിയമത്തിൻ്റെ കുരുക്ക് കാരണം നമുക്ക് വെടിക്കെട്ട് നാമവിശേഷമായി എന്ന് പറയാം. ഇത് കുറേ കാലം മുമ്പേ ട്രെയിൻ അപകടമായിരുന്നു. അത് റെയിൽവേ ട്രാക്കിൽ അന്ന് വിചാരിച്ച പോലെയുള്ള സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. പുലർച്ചെ മരുന്ന് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, മരുന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രെയിൻ വന്നു. ട്രാക്കിലിരുന്ന ആളുകളെ അത് അടിച്ചു പോവുകയാണ് ചെയ്തത്.
ഇന്ന് വരെ ഈ ദേവി സാന്നിധ്യത്തിൽ വെടിക്കെട്ട് പൊട്ടിയിട്ട് ഒരാൾക്കും ഒരു അപകടം പറ്റിയിട്ടില്ല. അത് ഉത്രാളികാമ്മയുടെ ഒരു നല്ല അനുഗ്രഹമാണ് ഇവിടെ വരുന്ന എല്ലാ ജനങ്ങൾക്കും. പക്ഷേ ജനങ്ങളുടെ അശ്രദ്ധ മൂലം ഉണ്ടായിട്ടുള്ള മരണങ്ങളും അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ ഈ ഉത്സവത്തിനോട് ബന്ധപ്പെട്ട്. ഇന്ന് വരും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ആർക്കും മരുന്ന്, ആന, ഈ 2 തരത്തിലുള്ള അപകടങ്ങളും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഹരിജനിൽപ്പെട്ട ഒരു സ്ത്രീ ഇവിടെ പുല്ലരിയാൻ വന്നപ്പോൾ അരിവാള് മൂർച്ച കൂട്ടാൻ വേണ്ടി പാറയിൽ ഉരച്ചു. അപ്പോൾ രക്തം കണ്ടു എന്നാണ് ചില ഐതിഹ്യങ്ങൾ. പക്ഷേ ഈ കേളത്ത് തറവാട്ടുകാരെ ബന്ധപ്പെടുത്തി ഇത് നോക്കുമ്പോൾ അവരുടെ ഇഷ്ടദേവതയായിരുന്നു ഈ ദേവി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂകാംബിക ദേവി. ആ മൂകാംബി ദേവിയുടെ സാന്നിധ്യമാണ് ഇവിടെ. പിന്നെ കഥകൾ അങ്ങനെയാണ്. പഴയ നമ്മൾ പണ്ട് കാർന്നവന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഇങ്ങനെ ഒരു ചരിത്രം കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം ഒരു 90% ഇങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം അവർക്ക് ഒരുപാട് ദേശത്തെ ഭരണം ഉണ്ടായിരുന്നു. അവർക്ക് തലവെട്ടാനും രാജഭരണം കൽപ്പിക്കാനും അധികാരം ഉണ്ടായിരുന്നു അവർക്ക്. ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണിത്. അവരുടെ അധീനതയിലാണ് ഇപ്പോഴും ഈ ക്ഷേത്രം കുടികൊള്ളുന്നത്. അവിടുത്തെ ഊരാളന്മാർ അവരാണ് ഇപ്പോഴും ക്ഷേത്രം അധികാരികൾ. കാവിനെക്കുറിച്ചുള്ള കേട്ടുകേൾവി മാത്രമായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ ചേട്ടൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. കാവിൻ്റെ ചരിത്രം, ഐതിഹ്യം, കാവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, കാവിലെ ചടങ്ങുകൾ, പലതും പറഞ്ഞു തന്നു. എനിക്ക് തോന്നുന്നു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉത്രാളിക്കാവിനെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമുള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം അത്രയും ഇൻഫർമേഷനാണ് മൂപ്പര് പറഞ്ഞു തന്നത്. കഥയും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ വീണ്ടും പൂരം കാണാനുള്ള കമ്പം കൂടിയോ എന്നൊരു സംശയം. ഞാൻ വീണ്ടും പൂരം നടക്കുന്ന അവിടേക്കാണ് വന്നേക്കുന്നത്. രാവിലെ 11:30 തുടങ്ങിയ പഞ്ചവാദ്യമാണിത്. ഏതാണ്ട് ഉച്ചയ്ക്കൊരു 1:45 വരെ ഇത് ഇങ്ങനെ നിന്ന് ഇവിടെ നിന്ന് ഇവർ കൊട്ടും. അപ്പം ഏതാണ്ട് ഒരു 2.25 മണിക്കൂറോളം സമയമുള്ള പഞ്ചവാദ്യം അല്ലേ. പേരുകേട്ട ചെണ്ടമേളം കലാകാരനായിട്ടുള്ള കുനിശ്ശേരി അനിയന്മാരുടെ നേതൃത്വത്തിലാണ് ഈ പഞ്ചവാദ്യം ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇനി ഒരു കംപ്ലീറ്റ് പഞ്ചവാദ്യ മേളം ആസ്വദിച്ചിട്ട് നമുക്ക് പൂരത്തിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം.
ട്രെയിനിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടോ? നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? എൻ്റെ വലിയൊരു ആഗ്രഹം സാധിക്കാനുണ്ട്. പൂരത്തിന് വരുമ്പോൾ തന്നെ പ്ലാൻ ചെയ്തതായിരുന്നു. എന്താ സംഭവം എന്ന് പുറത്തെത്തിയിട്ട് പറയാം. ഉത്രാളിക്കാവ് വെടിക്കെട്ട് അതൊരു 1.5 വെടിക്കെട്ടാണ്. ഗംഭീര പരിപാടിയാണെന്നാണ് കേട്ടത്. കേരളത്തിൽ വേറെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു കാഴ്ചയില്ല അല്ലേ? പക്ഷെ എന്നാലും ആ ആനകളെ എന്തിനായിരിക്കില്ലേ കൊണ്ടുപോയത്?